കൊടിയത്തൂരിനെ ഇളക്കിമറിച്ച് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ. നരേന്ദ്രമോദിയെ രാഹുൽ മലയാളത്തിൽ പരിഹസിച്ചു. മലയാളത്തിൽ പറയുന്ന കൊള്ളയടിയുടെ മറ്റൊരു പേരാണ് മോദിയുടെ ഇലക്ട്രൽ ബോണ്ടെന്ന് രാഹുൽ കുറ്റപ്പെടുത്തി. ഇന്ന് രാവിലെ 11 മണി കഴിഞ്ഞായിരുന്നു നഗരവീഥികൾ മാറ്റി നിർത്തി ഗ്രാമീണ മേഖലയായ കൊടിയത്തൂരിന്റെ മണ്ണിലേക്ക് രാഹുൽ ഗാന്ധി റോഡ് ഷോയുമായി എത്തിയത്. റോഡ് ഷോ തുടങ്ങിയ തെയ്യത്തുംകടവ് പാലത്തിൽ രാഹുൽ എത്തുമ്പോഴേക്കും പരിസരം ജനസഞ്ചയത്താൽ നിറഞ്ഞിരുന്നു. ഗ്രാമീണ വീഥിയിലൂടെ മുന്നോട്ട് നീങ്ങിയ റോഡ് ഷോയിൽ കുട്ടികൾ മുതൽ വയോധികർ വരെ അണിനിരന്നു. കടുത്ത വേനൽ ചൂടിനെ വെല്ലുന്ന ആവേശമായിരുന്നു പ്രവർത്തകരുടെ മനസ്സിൽ നിറഞ്ഞിരുന്നത്. പ്രവർത്തകർ രാഹുലിന് മുദ്രാവാക്യം വിളിച്ച് റോഡ് ഷോയിൽ അദ്ദേഹത്തെ അനുഗമിച്ചു. 1 കിലോമീറ്റർ അകലെ കൊടിയത്തൂർ പട്ടണത്തിൽ റോഡ് ഷോ എത്തുമ്പോഴേക്കും കാലുകുത്താനിടമില്ലാത്ത വിധം വീഥികൾ നിറഞ്ഞിരുന്നു. പ്രവർത്തകരെ നിയന്ത്രിക്കാൻ പോലീസും നേതാക്കളും നന്നെ പാടുപെട്ടു. നരേന്ദ്രമോദിയെ രൂക്ഷമായി വിമർശിച്ചായിരുന്നു രാഹുലിന്റെ പ്രസംഗം. The RSS and the BJP are trying to destroy India's constitution and change India's constitution. Mr. Narendra Modi is the instrument of 5 or 6 of India's biggest, richest business people. His job is to distract India's people from the real issues. That is why sometimes you will see him doing puja underneath the sea. Sometimes you will see him flying in the sky in a seaplane. Electoral bond scheme through which BJP has got thousands of crores of rupees by extorting them from India's businessmen. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ വയനാടിന് മെഡിക്കൽ കോളേജ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കും. രാത്രിയാത്രാ ദുരിതവും വന്യജീവി ശല്യവും ശാശ്വതമായി പരിഹരിക്കുമെന്നും രാഹുൽ ഗാന്ധി ഉറപ്പു നൽകി. രാഹുൽ ഗാന്ധി എത്തുന്നതിനു മുൻപ് തെലങ്കാന മന്ത്രി ധൻസാരി അനസൂയ സീതക്കയും പ്രവർത്തകർക്ക് ആവേശം പകർന്ന് കൊടിയത്തൂരിലെത്തിയിരുന്നു. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.